കോതമംഗലം എന്റെ നാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള കാർഷികോത്സവം ഞായറാഴ്ച ആരംഭിക്കും. 7-ാം തീയതിയാണ് സമാപനം. കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അതിവിപുലമായ കാർഷികോത്സവമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലയൻകീഴിന് സമീപം ബൈപ്പാസ് ഗ്രൗണ്ടാണ് വേദി. കാർഷിക പ്രദർശനങ്ങളും മറ്റ് സ്റ്റാളുകളും കാർഷികോത്സവത്തിന്റെ ഭാഗമാകും. സെമിനാറുകളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവം ഫെബ്രുവരി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ കോതമംഗലം മലയൻകീഴ് ബൈപ്പാസിൽ സമീപമുള്ള ഗ്രൗണ്ടിൽ നടത്തുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവത്തിൽ വിളപ്രദർശനം, കലാപരിപാടികൾ, സെമിനാറുകൾ, അതോടൊപ്പം തന്നെ ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനോദ പരിപാടികളും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും നിരവധി സെമിനാറുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സെമിനാറുകളിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമൊക്കെ ചർച്ച ചെയ്യുകയും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രശസ്തരായ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കലാപരിപാടികളാണ് കാർഷികോത്സവത്തിന്റെ മറ്റൊരു ആകർഷണം. എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11-ന് സിനിമാ താരം മഞ്ജു വാര്യർ നിർവഹിക്കും. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിലും മറ്റ് വിവിധ പരിപാടികളിലും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഒരാഴ്ച കോതമംഗലത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ കാർഷികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ നിർവഹിക്കും. പ്രിയപ്പെട്ട ഇന്ത്യൻ അംബാസഡറായിരുന്ന വേണു രാജാമണി, പ്രശസ്ത സിനിമാ താരം പിഷാരടി, MLA-മാരായ ചാണ്ടി ഉമ്മൻ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് MP, പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP, മറ്റ് നേതാക്കന്മാരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.